ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കപ്പയും ബീഫും വെച്ചാലോ? വായോ. അപ്പോൾ ആദ്യം നമ്മളിത് ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോത്തോളം ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് സവാള യൂസ് ചെയ്യുന്നില്ല, ചെറുള്ളി വെച്ചിട്ടാണ് ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട്. ഇത് കൂടുതലെല്ലാം നമ്മൾ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിൽ എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകും ആണ് വേവിക്കുമ്പോൾ ചേർക്കുന്നത്. ഇത് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ച് ചേർക്കാം. പച്ചമുളക് അങ്ങനെ തന്നെ ചേർത്തത് വെന്ത് വരുമ്പോഴേക്കും ഇതായിക്കോളും. പിന്നെ നമ്മളൊരു 1/4 കിലോത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിരുമ്മിയെടുക്കുക. നല്ലോണം തിരുമ്മി അതിൻ്റെ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ നല്ലോണം തിരുമ്മി എടുക്കുക. എന്നിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. നല്ല വിറകടുപ്പിൽ നമ്മൾ നമ്മുടെ ബീഫ് തിരുമ്മിയെടുത്തത് വെക്കുക. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ ഈ റെസിപ്പി, പക്ഷേ നല്ല ടേസ്റ്റാണ്. ആ ടൈം കൊണ്ട്, അത് വേവുന്ന ടൈം കൊണ്ട് ഞാനൊരു കപ്പ ഇവിടെ മുറിച്ചെടുക്കുന്നുണ്ട്. കപ്പ നല്ലോണം തൊലി കളഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം കപ്പ വേവിക്കുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൽ നിന്നൊരു കപ്പയ്ക്കൊരു പോയിസൺ പോലത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ തിളച്ചെടുക്കുമ്പോൾ ആ കട്ട് പോയി കിട്ടും. അത് കളഞ്ഞിട്ട് നെക്സ്റ്റ് ഇതേപോലെ തന്നെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. കപ്പയുടെ വേവ് അനുസരിച്ച് വിസിലിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ഒരു 2 വിസിലടിച്ചിട്ട് തുറന്നു. അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുത്തു. നല്ല വേവുന്ന കപ്പയായിരുന്നു, നല്ല കപ്പയായിരുന്നു. വെന്ത് ഞാനിവിടെ ഉടച്ചെടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് താളിച്ചൊഴിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഒരു ഇതള് വേപ്പില, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 അല്ലി ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പയല്ല, ഗ്യാസ് ഒന്നാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഉടച്ചെടുക്കുക. താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഉടയുന്ന കപ്പയായിരുന്നു, ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മസാല പോലെ എടുക്കാനായിട്ട് ഒരു ചെറിയ പിടി ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും വേപ്പിലയും ഇത്രയും എടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയുടെ നല്ലോണം വഴറ്റിയെടുക്കുക. വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടി നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. കരിയരുത്, തീ കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ചേർക്കാൻ. പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ലോണം തിളച്ച് ഈ പൊടികളുടെ ഇതും ബീഫും കൂടി നല്ലോണം മിക്സായി വരട്ടെ. കറി നല്ലോണം തിളച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, കറി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തില്ല. പിന്നെ മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളുടെ കറി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
നല്ല ടേസ്റ്റ്. ചെറിയുള്ളി മാത്രം ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കറിക്കുണ്ടായിരുന്നു. നമ്മുടെ കപ്പ ഉടച്ചതും നല്ല ചൂട് ബീഫ് കറി മഴയത്ത് നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും, നല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.